ലോകത്തെവിടെയുമുള്ള മലയാളിയുടെ ചിരകാല സ്വപ്നമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ 6 വരി NH66. ഒരു കാലത്ത് ആ പദ്ധതി മുടങ്ങിപ്പോയതായിരുന്നു. 2016 ശ്രീ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി വന്ന സർക്കാരാണ് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ഒരു തീരുമാനം കൈക്കൊണ്ടത്. ദേശീയപാത വികസനത്തിന് ഒരു സംസ്ഥാന സർക്കാർ പണം ചെലവഴിക്കാൻ തയ്യാറായി. 5600 കോടി രൂപ സംസ്ഥാന സർക്കാർ ആ പദ്ധതി മുടങ്ങാതിരിക്കാൻ ചെലവഴിക്കാൻ തീരുമാനിച്ചു. ആ പദ്ധതിയുടെ വിവിധ റീച്ചുകളിൽ ചെറിയൊരു പ്രയാസം സൃഷ്ടിക്കുന്ന റീച്ചാണ് നമ്മുടെ അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള ഈ റീച്ച്. കരാറുകാർ അതിലെടുത്ത സമീപനത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ കടുത്ത പ്രതിഷേധം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നു. മുഖ്യമന്ത്രി തന്നെ പങ്കെടുത്തുകൊണ്ട് ഈ പ്രവൃത്തി വേഗത്തിലാക്കാൻ ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. 40ഓളം കിലോമീറ്റർ വരുന്ന ഈ ഹൈവേ 10 കിലോമീറ്റർ 10 കിലോമീറ്റർ 10 കിലോമീറ്റർ 10 കിലോമീറ്റർ എന്നുള്ള നിലയിൽ 4ആയി തിരിച്ച് ഇതിൻ്റെ പ്രവൃത്തി പരിശോധിക്കാനും പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള നിർദ്ദേശമാണ് മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചത്. ആദ്യം ചിലർ അതിനോട് നെറ്റി ചുളിച്ച സമീപനം സ്വീകരിച്ചുവെങ്കിലും അതിപ്പോൾ ഫലപ്രദമായി. തൊഴിലാളികളുടെ എണ്ണം വർദ്ധിച്ചു. ഇപ്പോൾ പ്രവൃത്തി മുന്നോട്ട് പോകുന്നു. വടകര ടൗൺ ഉൾപ്പെടുന്ന ഈ 10 കിലോമീറ്ററിലാണ് ഇപ്പോൾ ചില പ്രശ്നങ്ങളുണ്ട്. ബാക്കിയൊക്കെ വേഗത്തിൽ പൂർത്തീകരിക്കാനും വടകര ടൗൺ ഉൾപ്പെടുന്ന റീച്ചിൻ്റെ പ്രവൃത്തി പൂർത്തീകരിച്ച് മുന്നോട്ട് പോകാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഒരാഴ്ച മുമ്പാണ് മുഖ്യമന്ത്രിക്കൊപ്പം ഡൽഹിയിൽ പോയി ശ്രീ നിതിൻ ഗഡ്കരിയുമായി ദേശീയപാതയുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി. അതിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞ ഒരു കാര്യം അഴിയൂർ മുതൽ വെങ്ങളം വരെയുള്ള റീച്ചിൻ്റെ പ്രവൃത്തിയെക്കുറിച്ചാണ്. അതിന് ശ്രീ നിതിൻ ഗഡ്കരി പറഞ്ഞ മറുപടി, ഒരു മുഖ്യമന്ത്രി തന്നെ ഒരു റീച്ചിൻ്റെ പ്രശ്നം പറയുമ്പോൾ അത് വളരെ ഗൗരവമായിട്ടാണ് ഞങ്ങൾ കാണുന്നത്. പൊതുമരാമത്ത് വകുപ്പിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും നിരവധി കത്തുകളും നിരവധി തവണ നേരിട്ട് വന്ന് ഈ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ തന്നെ നേരിട്ട് അവരെ ഡൽഹിയിലേക്ക് വിളിപ്പിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു നിർദ്ദേശമായിരുന്നു കേന്ദ്രമന്ത്രി അവരെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് ഗൗരവത്തിൽ നിലപാട് സ്വീകരിക്കണം. അതിൻ്റെ ഭാഗമായി 28-ാം തീയതി ഇപ്പം തന്നെ കുറച്ച് വേഗതയുണ്ടെങ്കിലും അതിനിയും മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ കരാറുകാരെയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയും ഒക്കെ തന്നെ കേന്ദ്രമന്ത്രി ഡൽഹിയിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ പ്രതിനിധികളുമായി യോഗത്തിലുണ്ടാകും. അങ്ങനെ നമുക്ക് ഈ കാര്യം വേഗത്തിൽ നടപ്പിലാക്കും.